വല്ലാത്തൊരു കാലയളവിലാ നമ്മൾ ജീവിക്കുന്നത് അല്ലെ? നിങ്ങൾ ആലോചിച്ചോ. അല്ലെങ്കിലോ ദീനില്ലാത്ത പെണ്ണിനെ നീ വിവാഹം കഴിച്ചു, തൽക്കാലം കിട്ടിയ 100 പവനുമായിട്ട് പോയി. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയാണ്, ഞാൻ പെണ്ണല്ലോ, ഇന്നു മുതൽ ഞാനാണ്. ഇങ്ങനെ ചില ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പം പുതിയാപ്പിള ചോദിക്കാണ്, അല്ല മോളെ, ഞാനോ ഈ 4 കുട്ടികളെ പ്രസവിച്ചല്ല, നീയോ? നീ ഇപ്പൊ പറയുന്നത് നീ ആണാണ്. എനിക്ക് 4 കുട്ടികളില്ലേ, ഞാനായിരുന്നോ പ്രസവിച്ചോ, നീയായിരുന്നോ പ്രസവിച്ചേ? ഒന്ന് ഉമ്മാന്റെ പേരാ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഉമ്മാന്റെ പേര് ഭാര്യന്റെ പേര് തന്നെയാണ്, ഉപ്പാന്റേതായിട്ടില്ല. പക്ഷെ ഇവള് പറയാണ്, ഞാൻ ഇന്ന് മുതൽ ഇനി ആണാണ്, പുരുഷനായിട്ടാണ് എന്റെ ജീവിതം, ഇനി ഞാൻ പെണ്ണായിട്ടില്ല. ഓ മോനെ, നിന്റെ 100 പവൻ കൊണ്ട് രക്ഷപ്പെടുവോ? ഇങ്ങനത്തെ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ ആണാണ് എന്ന് പ്രഖ്യാപിക്കാനൊക്കെ ധൈര്യം ഉണ്ട് എന്നാ പറയുന്നത്. അതിന് കഥയെ സപ്പോർട്ട് ചെയ്യാൻ വിവരം കെട്ട ചില ആളുകളുണ്ട് എന്നാ പറയുന്നത്. പുരുഷന്റെ കൂടെ പോയ പെണ്ണാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുരുഷൻ പറയാണ്, ഞാൻ ഇന്ന് മുതൽ പെണ്ണാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ ചില ആളുകൾ ഇങ്ങനത്തെ ചിന്താഗതികൾ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. ആ തുടക്കത്തിൽ നല്ല രസം ഉണ്ടാവും. ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇങ്ങനെ പുതുമയാണല്ലോ, പുതുമക്ക് വയ്ക്കാൻ രസം ഉണ്ടാവും. ഇത് കുറേ കാലമായി കേൾക്കുന്ന ഒരു ചങ്ങായി ഉണ്ട്. ഓനിക്ക് ഇപ്പം അടുത്ത് ഭരണം കിട്ടി, ഓൻ്റെ പേരാ ട്രംപ്. ഇത് ഓനോട് ചോദിച്ചു നോക്കെ, എന്താ ഇതിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ 1, 2 അതേ വേണ്ടു, 3ാമത്തെ ഒരു സാധനം വേണ്ടാണ് അവൻ പറയുന്നത്. എന്തേ മൂപ്പർക്ക് ഈ പുതിയ ചിന്താഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ടാ? ട്രംപ് ലായിലായില്ലല്ലേ അതിന്റെ പേരില? ട്രംപ് മുസ്ലിമായിട്ടാ? അല്ല, മുസ്ലിമായിട്ടൊന്നല്ല, ഈമാൻ വന്നതിന്റെ പേരിലൊന്നല്ല. പിന്നെന്തേ, ട്രംപിന് ഇത് അനുഭവിച്ചിട്ട് പഠിച്ചതാ. ഇങ്ങനൊക്കെ ഞാൻ തുടങ്ങിക്കൊടുത്ത്, നമ്മുടെ നാട്ടിൽ പലരും തുടങ്ങിക്കൊടുത്ത്. ഇതുകൊണ്ടുണ്ടാകുന്ന മുസീബത്ത് എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയൂല. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെണ്ണ് പറയാണ്, ഞാനാ പുതിയ ആപ്പിള, നീയാണ് പുതിയ തന്നെയാണ്, ഇന്ന് മുതൽ മാറ്റാണ്, ഇന്ന് മുതൽ ഇനി പെണ്ണാകാൻ ഞാനാണാകാണ്, എന്റെ പരിപാടിക്ക് ഇനിയായില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് എവിടുന്ന് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴേതാ മൂപ്പർ പറയുന്നത് 2 അല്ലാത്ത 3ാമത്തതൊന്നും പറ്റൂല. അതെ, കേരളത്തിൽ ഇപ്പൊ ചില ആളുകൾക്ക് ഇത് 2ഉം വേണമെന്നാ പറയുന്നത്, 3ാമത്തതും വേണമെന്നാ പറയുന്നത്. ഓ വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, ഇത്തരം നേതോ അഭിനയിച്ച് കാണിക്കുന്ന സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ചിത്രങ്ങൾ കണ്ട് പഠിക്കുന്ന ആശയങ്ങൾ ദീനിൽ കൊണ്ടുവരികയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ ജീവിതം തന്നെ ബാക്കിയുണ്ടാകൂല, സംശയിക്കേണ്ടതില്ല. 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറയാണ്, അൽഹംദുലില്ലാഹ് ഉസ്താദേ, ഞാൻ രക്ഷപ്പെട്ടു പോയി. എന്നെ ഉസ്താദേ എന്ന് വിളിച്ചാൽ ഞാൻ ഉസ്താദായോണ്ട് വിളിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. എല്ലായിടത്തും ഒരേ അർത്ഥാകൂല. ഉസ്താദിന്റെ മോനെ എന്നാണ് വിളിക്കുന്നത്, ചിലത് കളഞ്ഞു പോകുന്നതാണ്. അറബിയിൽ നിങ്ങൾ കാണില്ലേ, ചില വാക്കുകൾ, ചില അക്ഷരങ്ങളൊക്കെ കളഞ്ഞു പോകും. ഇതുപോലെ ചില ആളുകൾ എന്നെ ഉസ്താദേ എന്ന് ബാപ്പനെ ബഹുമാനിച്ച് വിളിക്കാറുണ്ട്. ഇതുപോലെ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, കല്യാണം കഴിക്കാതെ രക്ഷപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചാൽ എങ്ങനെ കല്യാണം കഴിക്കാതെ രക്ഷപ്പെട്ട്? നമ്മളൊക്കെ കഴിച്ചിട്ടാ രക്ഷപ്പെട്ടത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇയാൾ പറയാണ്, എനിക്കൊരു പുതിയ ഒരാൾ കാണിച്ചു തന്നു, ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ട് ചോക്ലേറ്റ് കൊടുത്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുസ്ലിം പെൺകുട്ടിയാണ്. അവള് പറയാണ്, കൊറിയൻ സിനിമ കാണാറുണ്ട് പോലും. ഇപ്പൊ അവക്ക് തോന്നുകയാണ്, ആരെയും ഭർത്താവായിട്ട് സ്വീകരിക്കരുത്. പിന്നെ എന്താ വേണ്ടത് എന്നോ ചോദിച്ചപ്പോ പറയാണ്, അത് ആവശ്യമുള്ളപ്പോൾ കിട്ടുന്ന പുരുഷന്മാരെ അങ്ങ് ഉപയോഗപ്പെടുത്തിയാ മതിയെന്ന്. മുസ്ലിം നാമധാരികളായി ജീവിക്കുന്ന ഒറ്റപ്പെട്ട ചില പെൺകുട്ടികൾക്കെങ്കിലും ഇത്തരം കൊറിയൻ സിനിമകൾ സമ്മാനം നൽകിയെങ്കിൽ, എനിക്കതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ ഒരു സിനിമയും കണ്ടിട്ടില്ല, ഒരു മലയാളത്തിലുള്ളതും കണ്ടിട്ടില്ല, മംഗ്ലീഷിലുള്ളതും കണ്ടിട്ടില്ല, കൊറിയനും കണ്ടിട്ടില്ല. അത് എന്റെ ബഹുമാനാണ് എന്ന് വിചാരിക്കരുത്. ബാപ്പ അങ്ങനെയാണ് വളർത്തിയത്. അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. പക്വതയില്ലാത്ത കാലത്ത് പോലും അങ്ങനെ ഒരു അവസരമില്ലാതിരിക്കാൻ ബാപ്പ പലപ്പോഴും ശ്രദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇരിക്കട്ടെ, വയത് കേൾക്കുന്ന മുസ്ലിമേ, കൊറിയൻ സിനിമ കണ്ടിട്ട് ആ പെൺകുട്ടി പഠിച്ചു വെച്ചത് ഇതാണ്, ഭർത്താവ് എന്ന് പറയുന്നൊരു സാധനം വേണ്ട, പിന്നെ ജീവിതത്തിൽ സുഖം തീർക്കാൻ കാണുന്ന പണ്ടേ പുരുഷനെ ഉപയോഗപ്പെടുത്തിയാൽ മതി. അങ്ങനെ ഏതെങ്കിലും പുരുഷന്റെ മുന്നിൽ കീപ്പെട്ട് കൊടുത്തിട്ടൊരു പുതിയ ആപ്പിളൻ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എനിക്ക് വേണ്ടാന്നാണ് അവൾക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള ചിന്താഗതികൾ കിട്ടുന്ന കൊറിയൻ സിനിമകളും അല്ലാത്ത സിനിമകളും കൊണ്ടുപോയി വയല് കേൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ആസ്വാദനത്തിന്റെ പേരിൽ മക്കളെ മൊബൈൽ ഫോണിലോ, മക്കൾക്ക് ടാക്കീസിലോ, മക്കൾക്ക് വീട്ടിന്റെ ടെലിവിഷനിലോ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് മക്കൾ തല തിരിഞ്ഞു പോയാൽ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടോ മുസ്ലിമേ? പിന്നെ അതിനെ സഹതാപം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുസ്ലിമേ? പിന്നെ നേർച്ചയില്ലേ മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ടുണ്ടോ കാര്യം മുസ്ലിമേ? അതുകൊണ്ട് എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികള്, മക്കളെ വിചാരിച്ച രൂപത്തിൽ കിട്ടണോ? മക്കൾക്ക് നല്ല അധികം പിൻപറ്റാൻ പറ്റുന്ന ജീവിതം കാണിച്ചു കൊടുക്കണം.
മക്കളോട് വയല് പറഞ്ഞാൽ പോരാ, പിന്നെ മക്കൾക്ക് നമ്മളെ പിൻപറ്റാൻ പറ്റുന്നൊരു ജീവിതം കാണിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? പിൻപറ്റാൻ പറ്റുന്നൊരു ജീവിതം നമ്മൾ ജീവിക്കണം. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇല്ലെങ്കിലോ വരാനിരിക്കുന്ന തലമുറയുടെ കാര്യം അപകടകരമാണ് എന്നാ ഞാൻ പറഞ്ഞത്, ബേജാറാണ് എന്നാ ഞാൻ പറഞ്ഞത്. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വയല് കേൾക്കുന്ന മുസ്ലിമേ, വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം വാദങ്ങളാണ് അല്ലേ? ആണിനെ പെണ്ണാക്കണം, പെണ്ണിനെ ആണാക്കണം, ഇത് രണ്ടുമല്ലാത്ത പുതിയൊരു സാധനം വേണം, അങ്ങനെ ആയിട്ട് ജീവിക്കണം, രണ്ടുമല്ലാതെ ജീവിക്കണം. ഇന്ന് പെണ്ണായിട്ട് ലോകത്ത് വരിക, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആണായിട്ട് പുറത്തേക്ക് വരിക. അപ്പൊ പിന്നെ രണ്ടും അനുഭവിക്കാലോ എന്നുള്ള ചിന്താഗതിയായിരിക്കും. വല്ലാത്തൊരു ലോകം തന്നെ. മോമിനായ മനുഷ്യ, സന്തോഷം എന്ന് പറയുന്നത് പെണ്ണിനാണോ? അല്ല. സന്തോഷം എന്ന് പറയുന്നത് ആണിനാണോ? അല്ല. പിന്നെ ആർക്കാ മൊയിലിയാരെ സന്തോഷം എന്ന് പറയുന്നത്? ഈമാനുള്ള മോമിനീങ്ങൾക്കാണ്. അവർക്ക് ഇവിടെ ടെൻഷൻ പറയാനില്ല. ഉണ്ടോ? അവർക്ക് ബേജാറ് പറയാനുണ്ടോ? ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഏടിയാടി മക്കാബ് റൂസിന് പ്രസംഗിക്കാൻ പോയി. പോകുമ്പോൾ എന്നെ കൂട്ടാൻ വന്ന ഒരു താജുക്കാന്ന് പറയുന്ന കാസർകോട്ടുകാരനാണ്. അയാളെ മകളിനെ ഒരാഴ്ച മുമ്പാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു അദ്ദേഹത്തിന്റെ മകളുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഞാൻ അയാളിങ്ങനെ സംസാരിക്കുമ്പോൾ അയാളോട് ചോദിച്ചു, മകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, പെട്ടെന്ന് വന്ന രോഗമാണ്, പക്ഷെ അൽഹംദുലില്ലാ മകള് പെട്ടെന്ന് പോയത് കൊണ്ട് അവള് രക്ഷപ്പെട്ടു പോയി. എന്തൊരു ചിന്താഗതിയാണ്. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പൊ അയാൾ പറയാണ്, അൽഹംദുലില്ലാ അവൾക്ക് പെട്ടെന്ന് പോകലാണ് എൻ്റെ റബ്ബ് അവൾക്ക് ഖൈറാക്കിയത്, അതുകൊണ്ടല്ലേ അവള് പോയത്. അൽഹംദുലില്ലാ അവൾക്കല്ല സ്വർഗം കൊടുക്കാൻ ചിലപ്പോൾ അത് കാരണമായിരിക്കും. ഇതൊരു മൂമിനിന്റെ ചിന്താഗതിയല്ലേ? മകള് മരിച്ചിട്ടും ബേജാറ് പറയാനില്ല. കാരണം അവക്കെന്താ ഖൈറ്? എന്നെക്കാൾ അറിയുന്നവൻ അവളെ പടച്ച റബ്ബിനാണ്. എന്റെ മകൾ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും അവളെ സൃഷ്ടിച്ചത് ഞാനല്ലല്ലോ, ഞാൻ കാരണക്കാരൻ മാത്രമാണ്. എന്നെക്കാളൊക്കെയും അവളെ ഇഷ്ടപ്പെടുന്നവൻ അവളെ പടച്ച സൃഷ്ടാവായിരിക്കുമല്ലോ അല്ലേ? ആർക്കാ സ്നേഹം ഉണ്ടാകുക? ആർക്കാ സ്നേഹം ഉണ്ടാകുക? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണില്ലേ, ആ മൊബൈൽ ഫോൺ വിറ്റ കമ്പനിക്കാരനില്ലേ, ആ കമ്പനിക്കാരൻ ആ മൊബൈൽ ഫോണിനോട് കടപ്പാടുണ്ട് ഇല്ലേ? ഇല്ലേ? നിങ്ങളെ മൊബൈൽ ഫോണാന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതെ, എൻ്റെ മൊബൈൽ അല്ലാണ്ട് പിന്നെ നിങ്ങളെ മൊബൈലാണ് വലിയ. ഞാനല്ലേ തിരൂരിന്ന് പൈസയും കൊടുത്ത് വാങ്ങിയത്. ശരിയാണ്, നിങ്ങളെ മൊബൈലാണ്, പക്ഷെ ആ കമ്പനിക്കാരൻ അതിനോട് കടപ്പാടുണ്ട്. അതുകൊണ്ടല്ലേ കമ്പനിക്കാരൻ നിങ്ങൾക്ക് 5 കൊല്ലം വാറണ്ടി തന്നത്. വാങ്ങിയ നീയല്ലല്ലോ അതിന് വാറണ്ടി കൊടുത്തത്. നീയാണോ ആ മൊബൈൽ ഫോൺ വാറണ്ടി കൊടുത്തത്? അല്ല. പിന്നെ ആരാ കൊടുത്തത്? അത് ഉണ്ടാക്കി തന്നു എന്ന് പറയുന്ന കമ്പനിക്കാരനാണ്. എന്തുകൊണ്ടാണ് അവൻ 5 കൊല്ലം വാറണ്ടി തന്നത്? നിന്നെക്കാൾ ആ മൊബൈൽ ഫോണിൽ അവന് വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ്. ഇത് ഉണ്ടാക്കിയവൻ എപ്പോഴും അതിനോടൊരു മതിപ്പാണ്. ഇങ്ങനെ തന്നെയല്ലേ മുഅ്മിനായ മനുഷ്യ? എന്റെ മക്കളോട് എനിക്ക് ഇഷ്ടമാണ്. എന്താണ് കാരണം? ഞാൻ അവരുടെ മക്കളാകാൻ കാരണക്കാരനായി പ്രവർത്തിച്ചവനാണ്. ഞാനില്ലെങ്കിലും അല്ലാഹു തആല അവനെ പടക്കാൻ തീരുമാനിച്ചെങ്കിൽ അവരെ പടക്കും. പക്ഷെ എന്നെയാണ് എൻ്റെ റബ്ബന്റെ മക്കൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അല്ലാ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാ. ഒരു വിഷമം തരുന്ന മക്കളാക്കി നീ ഞങ്ങളാരെയും പരീക്ഷിക്കരുത് അല്ലാ. കേൾക്കുന്ന മുസ്ലിമേ, എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്നെക്കാളൊക്കെ ആ മക്കളോട് താല്പര്യമുള്ള ഒരാളുണ്ട്. അതാരാണ്? ഓല ഉമ്മ തന്നെയാണ്. എന്നാ ഉമ്മ മാത്രമാണോ? അല്ല. ആ ഉമ്മനേക്കാൾ താല്പര്യമുള്ള മറ്റൊരാളുണ്ട്. അത് നിങ്ങളെ വാപ്പയും നിങ്ങളെ ഉമ്മയുമായിരിക്കും. സാധാരണ പറയാറുണ്ട് ഉമ്മാമക്കും ഉപ്പാപ്പക്കുമാണ് കൂടുതൽ സ്നേഹം ഉണ്ടാകാൻ. ശരിയായിരിക്കാം, അവർക്കായിരിക്കാം അവരോട് കൂടുതൽ സ്നേഹം അംഗീകരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ സ്നേഹം പറയാനുള്ള ഒരാളുണ്ട്. അവൻ ആരാണ് എന്നറിയോ? ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. ആ റബ്ബ് എത്ര സ്നേഹമുള്ളവനാണ്. അവന്റെ സ്നേഹമുണ്ടോ വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്നു. ഞാൻ എൻ്റെ ബാപ്പ ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ബാപ്പ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചിലപ്പോൾ പറയും, എൻ്റെ വീട്ടിൽ കണ്ടുപോകരുത് അല്ലേ? പറയൂലേ, എൻ്റെ വീട്ടിൽ കണ്ടുപോകരുത്, എൻ്റെ പരിസരത്ത് കണ്ടുപോകരുത്, കണ്ടാ എന്നോട് നിന്നെ തല്ലിപ്പോകും. അങ്ങനെയാണ് ബാപ്പാര് ഭീഷണിപ്പെടുത്തൽ, ഉമ്മമാര് ഭീഷണിപ്പെടുത്തൽ. അങ്ങനെ തന്നെയാണ് നമ്മളും മക്കളെ ചിലപ്പം ഭീഷണിപ്പെടുത്തൽ അല്ലേ? എന്നാ ചോദിക്കട്ടെ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബ് എന്നോട് നിങ്ങളോട് പറയാണ്, മോനെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ ഞാൻ നിന്നെ തച്ച് പല്ല് തുപ്പിച്ച് കളയുന്നാണോ പറഞ്ഞത്? അല്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിന്ന് നീ നിരാശനാകരുത് കേട്ടോ, ആശ മുറിഞ്ഞു പോകുന്നവനാകരുത് കേട്ടോ. ഞാൻ നിന്റെ ബാപ്പനെ പോലെയല്ല, നിന്റെ ഉമ്മാനെ പോലെയല്ല. ഇന്നഹു റഊഫുർ റഹീം, അവൻ വല്ലാത്ത സഹതാപമുള്ള റബ്ബാണ്, വല്ലാത്ത
വല്ലാത്ത കാരുണ്യം ചെയ്യുന്ന റബ്ബാൻ. എന്ത് തെറ്റ് തന്നെ നീ ചെയ്തു പോയാലും മോനെ, നീ ഒരു നിലക്കും അതേ പറ്റാത്ത തെറ്റാണെങ്കിൽ പോലും നീ ഭയപ്പെടേണ്ടതില്ല. എന്റെ വീടാകുന്ന പള്ളിയിൽ വന്ന് നീ ദുആ ചെയ്തോ, അത് സുബ്ഹിന്റെ സമയത്ത് ദുആ ചെയ്തോ. ദുആക്ക് ഇജാബത്ത് കിട്ടാനത് കാരണമാണ്. നിസ്കാരം കഴിഞ്ഞ് നീ ദുആ ചെയ്തോ. എന്റെ വീട്ടിൽ കയറി പോകരുത് എന്നല്ല പറഞ്ഞത്. ഏറ്റവും ബഹുമാനമുള്ള എന്റെ വീടാണ്, അവ്വലു ബൈത്തായി പരിചയപ്പെടുത്തിയ കഅബാലയം. അവിടെ വന്നിട്ടും നീ ദുആ ചെയ്തോ. കൂടുതൽ ഉത്തരം തരാനത് നല്ലതാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് നീ വരണ്ട എന്നുള്ള പ്രഖ്യാപനമില്ല, എന്റെ മുന്നിൽ കാണരുത് എന്നുള്ള പ്രഖ്യാപനമില്ല, എന്റെ മുഖത്ത് നോക്കരുത് എന്നുള്ള പ്രഖ്യാപനമില്ല. എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് മുഅ്മിനീ അകന്നു പോകണ്ട. വല്ലാത്ത കാരുണ്യമുള്ള റബ്ബല്ലേ അവൻ. അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതില്ല, മറിച്ചോ നിങ്ങൾ എന്നോട് പൊറുക്കലിന് ചോദിച്ചോളൂ, ഞാൻ പുറത്തു കൊടുക്കുന്ന രാജാവാണ്. ഞാൻ പുറത്തു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് മതിയായോ? ഇല്ല. ഗഫാറുദ്ദുനൂബാണ്. അറബി അറിയുന്നവർക്കറിയാം. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ പ്രത്യേകം എടുത്തു പറയാനുണ്ട്. എന്താ പ്രയോഗത്തിന്റെ പ്രത്യേകത? പുറത്തു കൊടുക്കൂന്നല്ല പറഞ്ഞത്, വല്ലാതെ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ഇതുപോലെ പൊറുതിയുള്ളൊരു സിട്ടിയില്ല. ഇത് സിട്ടാവാണ്. സിട്ടാവിന്റെ പൊറുതി അത്ര വിശാലമാണ്. ആർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന സിട്ടാവിന്റെ ചിന്താഗതി. അതാണല്ലോ ഖുർആൻ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നത്. നിങ്ങളെ മനസ്സിരുത്തിയിട്ട് അള്ളാഹിനോട് ഇനി ചെയ്യില്ലെന്ന തീരുമാനത്തോടെ അതേ നിന്റെ മനസ്സുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് അങ്ങ് തിരിച്ചു പോയിക്കോ. എന്നെ ജീവിതത്തിൽ ചെയ്യില്ലെന്ന ദൃഢനിഷ്ഠയോടുകൂടെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ടിട്ട് ജനങ്ങളെ ഹക്കൊക്കെ വീട്ടിയതിന് ശേഷം അള്ളാഹിനോട് തൗബ ചെയ്തോ. അവൻ കൈയൊഴിക്കൂല, അവൻ വെറുതെ ആക്കൂല, അവൻ പുറത്തു കൊടുക്കുന്ന രാജാവാണ്. എന്തൊരു വിശാലതയാണ്. മനുഷ്യനെ പോലെയാണോ? അല്ല. ഞാൻ എൻ്റെ സ്വന്തം ബാപ്പന്റെ കഥയാ പറഞ്ഞത്, ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന കഥയാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ ഞാൻ കാലടിച്ച് മുറിച്ച് കളയൂന്ന് പറയും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂന്ന് ഭീഷണിപ്പെടുത്തും. അല്ലാഹ് എന്തൊരു കാരുണ്യമുള്ള റബ്ബാൻ. അവിടുന്ന് അള്ളാന്റെ റസൂലിനെ അയക്കുമ്പോ തന്നെ അള്ളാന്റെ റസൂലിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, ഓ ഹബീബായ നബിയേ, കാരുണ്യമുള്ള ഹൃദയത്തിന്റെ ഉടമയാകണേ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനാകുന്ന ധിക്കാരിയുടെ അടുക്കലേക്ക് അയക്കുമ്പോ ഓൻ ഭയങ്കര ധിക്കാരിയാ മൂസാ നബി. അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ശരിയാക്കി കളയണമെന്നാണോ ഇസ്ലാം? അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നൊരു ഇസ്ലാമില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അപ്പൊ മുസ്ലിയാരെ ലവ് ജിഹാദ് എന്ന പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതോ അത് ഇസ്ലാമിന് അറിയാത്തവർ പറയുന്ന പ്രയോഗങ്ങളാണ്. ഇസ്ലാമിൽ ഭീഷണിപ്പെടുത്തിയുള്ള മുസ്ലിം ഇല്ല. ഹൃദയത്തിൽ തട്ടിയിട്ട് അംഗീകരിച്ചിട്ട് പറഞ്ഞാലല്ലാതെ ഒരാളും മുസ്ലിം ആകൂല. പിന്നെ അല്ലേ അതേ പേടിപ്പിച്ചിട്ട് ഇസ്ലാം ഉണ്ടാക്കല്, അതേ ഭീഷണിപ്പെടുത്തിയിട്ട് ഇസ്ലാമാക്കല്, ലവ് കാണിച്ചിട്ട് ഇസ്ലാമാക്കല്. മോനെ, അവന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് അവന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാലേ അവൻ മുസ്ലിം തന്നെ ആയി തീരുന്നുള്ളൂ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കി നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാഹ്. ഇനിയും നിന്റെ ദീന് പറയാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അടിയങ്ങളായ ഞങ്ങൾക്ക് നീ തൗഫീഖിനെ നൽകണേ അല്ലാഹ്. കേൾക്കുന്ന മുസ്ലിമേ, ആ റബ്ബിന്റെ കാരുണ്യം എത്ര വലുതാണ്. ആ റബ്ബിലേക്കാണ് എൻ്റെ മനസ്സ് തിരിക്കേണ്ടത്, ആ റബ്ബിലേക്കാണ് നിങ്ങളെ മനസ്സ് തിരിക്കേണ്ടത്. അവൻ കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് അമ്മോശനിലേക്കല്ല, നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് ഭാര്യന്റെ പൊന്നിലേക്കല്ല, നമ്മൾ ഉണ്ടാക്കിയ നമ്മളുമായി ബന്ധപ്പെട്ടവന്റെ കയ്യിലുള്ളതിലേക്കല്ല. അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചവന് അല്ലാഹ് മതിയായവനാ. ആരെങ്കിലും ആ റബ്ബിനെ ഭാരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് മതിയായവനാ. എന്നാ
അത് പറഞ്ഞിട്ട് ഖുർആൻ നിർത്തിയോ ഇല്ല. കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബുണ്ടല്ലോ, ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കാൻ കഴിവുള്ള, കൊടുക്കാൻ അധികാരമുള്ള റബ്ബാണല്ലോ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. ആ റബ്ബിനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ അവനേക്കാൾ വലിയ ഭാഗ്യവാനാരാണ്? അവനേക്കാൾ വലിയ തൗഫീഖുള്ളവനാരാണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് കേൾക്കുന്ന മുസ്ലിമേ, ടെക്നോളജികൾ പുരോഗമിച്ചിട്ടുണ്ടാകാം, വൈവിധ്യമാർന്നുന്നതേ ടെക്നോളജികൾ വളർന്നിട്ടുണ്ടാകാം. ആ ടെക്നോളജിക്ക് നമുക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഓഫർ തരാൻ നിർവാഹമില്ല. 1 മണിക്കൂർ പോലും ജീവിക്കൂന്ന് ഉറപ്പ് പറയാൻ കഴിയൂല. അതുകൊണ്ട് ആ വെന്റിലേറ്ററിൽ കിടക്കുന്ന അതേ രോഗിയെ കിടത്തിയിട്ട് ഇപ്പൊ ശാസ്ത്രവും പറയുന്നു പോരാ, ഗവൺമെന്റിന്റെ നിയമങ്ങളും പറയുന്നു രോഗിയോട് തന്നെ പറയണം. പഴയ കാലത്ത് അങ്ങനല്ല. പണ്ട് കാലത്ത് രോഗിയോട് പറയണ്ടെന്നാ പറയല്. ഇപ്പൊ ടെക്നോളജി കുറെ പുരോഗമിച്ചല്ലോ, അപ്പൊ ഭയങ്കരമായി, അപ്പൊ ബേജാറ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്നെ പറയാണ്, രോഗിയോട് എന്നെ പറയണം, എനിക്ക് കൂടുതലൊന്നും ജീവിക്കൂല, കടണ്ടെങ്കിൽ വീട്ടിക്കോ, എല്ലാം ശരിയാക്കിക്കോന്ന് രോഗിയോട് എന്നെ പറയണം. കാരണം ഈ ടെക്നോളജിനെ പഴയ കാലത്തെ ശാസ്ത്രത്തിന് അത്രയും വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടാ മോനെ രോഗിയോട് തന്നെ പറയണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. എന്നിട്ട് അവനെ പെട്ടെന്ന് അങ്ങ് കൊന്നു കളയണമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. കാണുന്നില്ലേ മുഅ്മിനായ മനുഷ്യ, നീ പറയുന്ന ടെക്നോളജികളാകുന്ന ടെക്നോളജികൾ പുരോഗമിച്ചിട്ടും ഇന്ന് വരെ ഒരു ഡോക്ടർ വന്നിട്ട് ഉറപ്പ് തന്നില്ലല്ലോ. ടെക്നോളജിയൊക്കെ പുരോഗമിച്ചതല്ലേ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളെ മോൻ ഞാൻ തിരിച്ചങ്ങ് തരും എന്ന് ഉറപ്പ് പറയുന്ന ഒരു ഡോക്ടറെ കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ? ഒരു ഡോക്ടറെ കാണിച്ചു തരുമോ? ലോകത്ത് എത്ര ഡോക്ടർമാരുണ്ട്, ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു തരുമോ? എഴുതി ഒപ്പിട്ട് തരുന്നത് നിങ്ങളെ മോൻ മരിക്കാതെ ഞാനങ്ങ് തരുന്ന ധൈര്യത്തോടെ എഴുതി തരാൻ പറ്റുന്ന ഒരു ഡോക്ടറെ കാണിച്ചു തരുമോ? ഒരു ഡോക്ടറെയും കിട്ടൂല, ഒരു വൈദ്യരെയും കിട്ടൂല, ഒരു ശാസ്ത്രത്തെയും കിട്ടൂല. അങ്ങനെ തന്നാലോ പിന്നെ അവൻ തന്നെയാ കൊടുക്കുന്നത്. നീ കേസ് കൊടുത്താ പിന്നെ അവൻ ഉള്ളിലാണ്, ധൈര്യത്തോടെ തരാൻ കഴിയൂല. ഈ പറയുന്ന ഭയങ്കരാണ് എന്ന് പറയുന്ന ഖോജമാരുണ്ടല്ലോ, അവർക്കും സാധിക്കൂല എന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ അള്ളാഹനെ നിഷേധിക്കൽ വലിയ പവറായിട്ട് കാണുന്ന ചില വിവരം കെട്ട ആളുകളുണ്ട്. അള്ളാഹ് ഇല്ല എന്നാണ് അവര് പറയുന്നത്. ആരില്ലാന്ന്? അള്ളാഹ് ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര വിവരം കെട്ട സംഗതിയാണ് ഈ പറയുന്നത് അല്ലേ? എത്ര വിവരക്കേടായി പറയുന്നത്. പടച്ച റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇല്ല. അപ്പൊ പിന്നെ ഈ ലോകമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് അതൊരു തിയറിയാണ്. എന്താണ് തിയറി? ശാസ്ത്രം പറയുന്നൊരു തിയറി ഉണ്ട്. ഒരു പൊട്ടിപ്പുറപ്പെടലുണ്ടായ ലോകമാണ് ഈ ലോകം. ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇത്തരം ചില ചിന്താഗതികൾ കേൾക്കുമ്പോ നമ്മളെ മുസ്ലിം ചെറുപ്പക്കാർക്കും തോന്നുകയാണ് കുറച്ചൊക്കെ ശരിയുണ്ടോ. ഓ ചെറുപ്പക്കാരാ, ചിന്തിക്കാതെ നീ നിന്റെ ബുദ്ധിയെ കൊണ്ടുപോയി പണയം വെക്കരുത്. ആലോചിക്കാതെ ബുദ്ധിയെ കൊണ്ടുപോയി പണയം വെക്കരുത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവൻ പറയുന്നത് എന്താണ്? അല്ലാഹ് ഇല്ല. പിന്നെ ഇതെങ്ങനെ ഉണ്ടായത്? ഇതൊരു സ്ഫോടനത്തിൽ ഉണ്ടായതാണ് ഈ ലോകം. ഞാൻ ചോദിക്കട്ടെ മോനെ, ഒരു കടുകിന്റെ മണി സ്ഫോടനത്തിൽ ഉണ്ടായി കാണിച്ചു തരുമോ? ലോകത്ത് ഒരു സ്ഫോടനേ നടക്കുള്ളൂ. എന്തെല്ലാം സ്ഫോടനം അതിന്റെ ശേഷം ഉണ്ടാകണം. രാവിലത്തെ ചായയില്ലേ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോ, ആ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് വെള്ളം ചൂടായിട്ടില്ലെങ്കിൽ ചായയിൽ അതാ ചായപ്പൊടി ചേരുന്നില്ല, വേണ്ടതുപോലെ ചായപ്പൊടി ചേരുന്നില്ല, ലയിക്കുന്നില്ല. അല്ല മൊയ്ലിയാരെ, എന്താ ഒരു സ്ഫോടനം കൊണ്ട് ഇത് ചൂടായി കൂടായിരുന്നോ? വെള്ളം ചൂടാകണമെങ്കിൽ ഒരാൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കണം. ചായ ആകണമെങ്കിൽ അത് ഉണ്ടാക്കാൻ ഒരാൾ വേണം, അത് കലർത്തി കൊടുക്കാൻ ഒരാൾ വേണം, അത് പാല് മിക്സ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പൊ ഇവൻ പറയാണ് അത് അങ്ങനെ പല തിയറികളുണ്ട്, സ്വന്തത്തിലുണ്ടാകുന്ന തിയറി. ആ തിയറി കൊണ്ട് കിട്ടുന്ന ചായയാണ് മറ്റൊരു ചായ കാണിച്ചു തരുമോ? ഇല്ല മുസ്ലിയാരെ, അങ്ങനെ ഒരു ചായ ഇല്ല. AI ഉണ്ടാക്കുന്ന ചായ ഇല്ലേ മുസ്ലിയാരെ? AI ഉണ്ടാക്കാതെ ഒരു ചായ ഉണ്ടാവും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ സ്ഫോടനം കൊണ്ടുണ്ടാകുന്ന ഇവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന, ഒരു കടുകിന്റെ മണി പോലും സ്ഫോടനം കൊണ്ടുണ്ടായിട്ട് നിനക്ക് കാണിച്ചു തരാൻ കഴിയോ? എന്നാ നീ ഒന്ന് പട്ടിണി കിടക്കടോ, ഞാനൊന്ന് നോക്കട്ടെ സ്ഫോടനം കൊണ്ട് നിനക്ക് ഭക്ഷണം കിട്ടുവോ അല്ലേ? അല്ലാഹ് ഇല്ല എന്ന് പറയാൻ വേണ്ടി ഇവൻ പറയുന്ന തെളിവായി ഞാൻ പറയുന്നത് സ്ഫോടനം കൊണ്ടുണ്ടായതാണ് ലോകം. ബിഗ് ബാങ് തിയറി ഉണ്ട് എന്ന് പറയും. എന്ത് തിയറിയോ? എന്റെ തിയറി കൊണ്ട് എന്തുണ്ടാകുമെന്നാ നീ പറയുന്നത്? ഒരു കടുകിന്റെ മണി ഉണ്ടാക്കി തരുമോ എന്നാ ഞാൻ ചോദിച്ചത്. ചായ ഉണ്ടാക്കി തരുമോ എന്നുള്ള ഒരു കടുകിന്റെ മണി പൊട്ടിച്ച് കാണിച്ചു തരുമോ? തൊടാതെ കടുകിന്റെ മണി പൊട്ടിച്ച് തരുമോ? കാണിച്ചു തരുമോ? ഇല്ല, പറ്റൂല. ചൂടാക്കിയിട്ട് പറ്റും, പൊടിച്ചിട്ട് പറ്റും. മോനെ, കൈ കൊണ്ട് തൊടാതെ നിന്റെ ഒരു പ്രവർത്തനം ഇല്ലാതെ ഒരു കടുക് മണി പൊട്ടിക്കാൻ കഴിയുമോ എന്നാ ഞാൻ ചോദിച്ചത്. അതെങ്ങാനും പോകട്ടെ, കടുകിന്റെ മണിയാകുന്ന എത്ര ചെറുതാകുന്നു അതിനനുസരിച്ച് ഗൗരവം കൂടുകയാണ് അല്ലേ? അങ്ങനല്ലേ? എത്രത്തോളം ചെറുതാകുന്നുണ്ടോ അത് പൊട്ടിക്കാൻ പറ്റിയ ഗൗരവം കൂടിയല്ലേ?
എത്രത്തോളം ശക്തി കൂടെയാണ്, ചെറുതാകുന്നതിനനുസരിച്ച് ശക്തി കൂടെയാണ്. ഇത് പൊട്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് കഴിയും? ഈ പറയുന്ന തിയറി കൊണ്ടൊന്ന് പൊട്ടിച്ചു തരുമോ? അപ്പം പറയും അതാ തിയറി ഉണ്ടാകണ്ടേ. അപ്പൊ തിയറി ഉണ്ടാക്കിയത് ആരാണോ? തിയറി ഉണ്ടാക്കിയത് ആരാണ്? അതങ്ങനെ പ്രകൃതിയിൽ അങ്ങ് ഉണ്ടായതാണ്. എന്നാ പ്രകൃതിയിൽ ഉണ്ടാകുന്ന സാധനം ആരുണ്ടാക്കിയതാണ്? അതെ, ആരുമില്ലാതെ ഉണ്ടായി എന്ന് പറയാനുള്ള വിവരക്കേട് ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം നശിച്ചവനാകണം എന്ന് നിങ്ങൾ അറിയോ? എത്രത്തോളം ചിന്തയില്ലാത്തവനാകണം. ഒരു നേരത്തെ ഭക്ഷണം പോലും അങ്ങനെ കിട്ടൂല, ഒരു നേരത്തെ ചായപ്പൊടി പോലും കിട്ടൂല എന്നാ ഞാൻ പറഞ്ഞത്. ചായപ്പൊടിയായിട്ട് അതേ പൊടി കിട്ടണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ട് എന്നാ നീ വിചാരിച്ചത്? പൈസ കൊടുത്താൽ കിട്ടുമ്പോഴേക്ക് നീ വിചാരിക്കേണ്ട ഇതിന് അധ്വാനം ഇല്ലാന്ന്. എത്രയാണത് പൊടിയാക്കി എടുക്കാൻ വേണ്ടി അധ്വാനിച്ചത് എന്നറിയോ? അപ്പൊ എന്തിന്റെയും പിന്നിലൊരു പ്രവർത്തനം വേണം. അതില്ലാതെ സ്വയത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ലോകത്തൊരു വസ്തുവിനെയും അങ്ങനെ കാണിക്കാൻ കഴിയൂല. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബല്ലാതെ മറ്റാരാണ് ഇതിന്റെ പിന്നിൽ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇവിടെ, അല്ലേ? മരമുണ്ട്, അതുപോലെ ഫ്രെയിമുകളുള്ള നല്ല അലൂമിനിയത്തിന്റെ സാധനമുണ്ട്, ഇരുമ്പുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ ഒറ്റവട്ടത്ത് കാണുന്നുണ്ട്. ഇതൊക്കെ എവിടുന്നാണ്? ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണോ? അല്ല, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ പലതാക്കി ഇങ്ങനെ പല വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുകയാണ്. എവിടുന്നാ മൊയ്ലിയാരെ കിട്ടിയത്? അതാ പലയിടങ്ങളിലും പോയാ പലയിടങ്ങളിലും പലതും വ്യത്യസ്തമാണ്. ഖത്തറിൽ കുഴിച്ചപ്പോൾ എണ്ണയാണ്, രാജസ്ഥാനിൽ കുഴിച്ചപ്പോൾ മാർബിളാണ്, വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തമായി കുഴിച്ചപ്പോൾ വ്യത്യസ്ത സാധനങ്ങളാണ്. ഇല്ലായ്മയിൽ നിന്നൊരു സാധനം ഉണ്ടാക്കിയതായി ലോകത്ത് ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നോ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്‌ലിസിലേക്ക് വന്നോ. പ്രായം തന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നോ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ശാസ്ത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നാ പറയുന്നത്. ഇവരെ വാദം എന്താണ്? ശാസ്ത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. എന്ത് ശാസ്ത്രം? ലോകത്തെ നിയന്ത്രിക്കുന്ന ശാസ്ത്രമാണോ? അങ്ങനെയാണ് പിന്നെ ലോകം ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല? ശാസ്ത്രം ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത് ആണോ? ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? അമേരിക്കക്കാരൻ അവന്റെ നാട്ടിൽ തീപിടുത്തുണ്ടാകുമെന്ന് പേടിച്ചതിന്റെ പേരിൽ അവന്റെ വീട്ടിന്റെ മേലെ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് വില വരുന്ന എന്തെല്ലാം യന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. എന്തിനാണ്? തീപിടുത്തില്ലാതിരിക്കാനാണ്. തീ പിടിച്ചപ്പോൾ തന്ത്രവും കാണാനില്ല, യന്ത്രവും കാണാനില്ല, എല്ലാം കത്തിപ്പോയി. അപ്പൊ പിന്നെ ശാസ്ത്രത്തിന് പറയാനുള്ളത് എന്താണ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം. അതുകൊണ്ട് മുമ്പ് കാലത്ത് ഇങ്ങനെ ഒരു തീപിടുത്തില്ലാത്തത് കൊണ്ട് ഇതിന്റെ ദിശയെക്കുറിച്ച് മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി ശാസ്ത്രത്തിന് ഇങ്ങനെയും തീപിടിക്കും. അതുകൊണ്ട് ഇതാ പുതിയ സാധനം ഇതിനെയും കൂടി തടയാൻ പറ്റുന്ന കോലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലേ? എന്നിട്ട് ഇപ്പൊ അമേരിക്കക്കാരൻ പുതിയ വീട് വെക്കുമ്പോൾ അതിന്റെ മേലെ പിടിപ്പിക്കുകയാണ് തീ പിടിക്കാതിരിക്കാൻ. ഏതുവരെ അമേരിക്കക്കാരൻ ഇത് വെക്കും? അടുത്ത പ്രാവശ്യം ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് വരെ മാർക്കറ്റിൽ ഇത് ലഭ്യമാണ്. അതുവരെ ഈ ശാസ്ത്രം അവന് മതിയായി പോയി. അതൊന്നും അല്ലാത്തൊരു വെയിൽ തീ പിടിച്ചാലോ അപ്പൊ വീണ്ടും പറയും ഇത് പുതിയതാണ്, പഴയ കാലത്തുണ്ടായ പോലുള്ള തീയല്ല, ഇത് പുതിയ രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ തടയാനുള്ള പുതിയ ശാസ്ത്രം വന്നിട്ടുണ്ട്. മോനെ, ഇതൊക്കെ ബിസിനസ് ട്രിക്കുകളാണ്. ചൈനക്കാരൻ പറയുന്ന ഭൂകമ്പം ഉണ്ടായാൽ താഴേക്ക് വീഴാത്ത നിലക്കുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ റെഡിയായിട്ടുണ്ട്, ഞങ്ങൾ അത്ര പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഖുർആൻ പറയുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അത്ഖാലഹാ. എഴുതി വെച്ചോ, ഇത് ഖുർആനാ. പേരോടിന്റെ മകന്റെ വകയിലാണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട. അള്ളാന്റെ ഖുർആനാണ്. സിട്ടാവായ റബ്ബ് പറയാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അത്ഖാലഹാ. ഇവിടെ ഒരു കുലുക്കം വരാനുണ്ട്. ആ കുലുക്കം അങ്ങ് വന്നാൽ ഭൂമിയിലുള്ളത് മുഴുവനും അങ്ങ് പുറത്തേക്ക് ചാടും. അപ്പൊ ചൈനക്കാരന്റെ ബിൽഡിംഗ് കുലുങ്ങിയാലും വീഴാത്ത ബിൽഡിംഗ് പിന്നെ കാണാനുണ്ടാകൂല. എഴുതി വെച്ചോ, ചൈനക്കാരന്റെ ഈ ബിൽഡിങ്ങുകൾക്ക് അപ്ഡേറ്റ് ഉണ്ടാകൂല എന്ന് എഴുതി തരാൻ ഏതെങ്കിലും ചൈനക്കാരന് കഴിയോ? ഏതെങ്കിലും ശാസ്ത്രത്തിന് കഴിയോ? അവൻ എഴുതിത്തരും ഇത്ര കൊല്ലം ഗ്യാരണ്ടിയാണ്. അത് കഴിഞ്ഞാൽ അവന് തന്നെ ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി തന്ന കമ്പനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. 5 കൊല്ലം ഗ്യാരണ്ടി തന്ന ക്യാമറക്കാരന്റെ പേപ്പർ എന്റെ കയ്യിൽ ബാക്കിയുണ്ട്, ക്യാമറക്കാരൻ ഇന്ന് ബാക്കിയില്ല.
ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. 5 കൊല്ലം വാറണ്ടി തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ ഒപ്പിട്ട് തന്നിരുന്നു. അയാൾ തന്നെ ഇന്ന് ബാക്കിയില്ല. അന്വേഷിച്ച് നോക്കുമ്പോ കമ്പനിയും ബാക്കിയുണ്ടോന്ന് എനിക്കറിയില്ല. ഇതല്ലേ നമ്മളെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോനെ, നീ ഇന്ന് കണ്ടതേ നിന്റെ ജീവിതത്തിൽ വലിയ അറിവായിട്ട് നിനക്ക് പറയാനുള്ളൂ. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ AI ആയിക്കൊള്ളുന്നില്ല, BIU ആയിക്കൊള്ളുന്നില്ല, CIU ആയിക്കൊള്ളണമെന്നില്ല, SIU ആയിക്കൊള്ളുന്നില്ല, ഏതയ്യാണ് എന്നറിയില്ല. പുതിയ എന്തെങ്കിലും നാമധേയത്തിൽ പുതിയ സാധനം വന്നിട്ടുണ്ടാകാം. അന്ന് നീ 2025 പറഞ്ഞത് വളരെ നിസാരമാണ് കേട്ടോ. ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, ഇതാണ് പുരോഗതി എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നാലെ പോയിട്ട് അള്ളാനെ നിഷേധിക്കുന്നവനായാൽ എത്ര വിവരം കെട്ടവനാണ്. നമ്മളെ ഉപ്പാപ്പാരില്ലേ മജ്ലിസിൽ മൊബൈൽ ഫോൺ ഇറങ്ങിയ തുടക്കകാലം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നോക്കിയന്റെ മൊബൈൽ ഫോൺ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും തോന്നി ഇത്ര ചെറിയ മൊബൈൽ ഫോൺ പിടിച്ചാൽ മോശമല്ലേന്ന് തോന്നിയോ? അന്ന് ആ മൊബൈൽ ഫോൺ പിടിക്കുമ്പോൾ ഇങ്ങനെയാ പിടിക്കല്. എൻ്റെ കയ്യിൽ ഒന്നുണ്ട് മൊബൈൽ എന്നിട്ട് ഇങ്ങനെ പിടിക്കലുണ്ട്. എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ഇല്ല. ഇപ്പൊ ഇങ്ങനെയാ പിടിക്കല് എന്ന് മാത്രം. അന്ന് ഇങ്ങനെ പിടിച്ചിരുന്നു, ഇപ്പൊ ഇങ്ങനെയാ പിടിക്കല്. എല്ലാവർക്കും സെൽഫിയാ വേണ്ടിയത് അല്ലേ? ഇപ്പൊ ക്യാമറ വന്നപ്പോ സെൽഫിയാ വേണ്ടത്. ഇനിയിപ്പോ അതിന്റെ മേലെ വേറെ എന്തെങ്കിലും സാധനം വന്നാൽ പിന്നെ അതാ വേണ്ടത് അല്ലേ? എന്തെങ്കിലും സാധനം ഇങ്ങനെ വിശപ്പ് മാറാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മാറുന്ന ഒരു സാധനം അതിന്റെ മുകളിൽ വന്നാൽ പിന്നെ അതായിരിക്കും എല്ലാവർക്കും വേണ്ടത്. അതിന്റെ മുകളിൽ കഴിപ്പോവും, പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സാധനങ്ങൾ വെച്ചാൽ കണ്ടുപിടിച്ചുവിടാനൊന്നുമില്ല, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്നത്തെ കാലത്ത് ഇന്ന് നീ കാണുന്നതൊക്കെ വളരെ നിസാരായിരിക്കും. അതുകൊണ്ട് പഴയ കാലത്തുള്ളതൊക്കെ ഒന്നിനും പറ്റാത്തതാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മനുഷ്യൻ ഇങ്ങനെ മാറ്റി മാറ്റി പറയും. ഇന്ന് 25 പ്രായം വിവാഹത്തിന് എന്ന് പറയും, നാളെ 40 എന്ന് പറയും, പിന്നെ പറയും കല്യാണം തന്നെ വേണ്ട, ഖബറിലെത്തിയിട്ട് മതി, സ്വർഗത്തിലെ വിവാഹം വേണ്ടു എന്ന് പറയും. ഇത് നോക്കി നിന്നാൽ, ഇവിടെ ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയാൽ ലോകം തന്നെ ഉണ്ടാകൂല. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ കഴിഞ്ഞ ദിവസം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു മുസ്ലിമിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിക്കുകയാണ്. ഇസ്ലാം മുത്തലാഖ് പറഞ്ഞ മതാണ്, മുസ്ലിമാണ്, പേര് കൊണ്ട് മുസ്ലിമാണ്. അവനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്ക് മുത്തലാഖില്ല. അവൻ എന്റെ ഭാര്യനെ 1ാമത്തത് ഡിവൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ഭാര്യനെ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഭാര്യനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളെ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ വിവാഹത്തിന് കാത്തിരിക്കുകയാണ്. ഇവനാണ് പറയുന്നത് ത്വലാഖ് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. അറബിയിലെ ത്വലാഖ് എന്നുള്ള പദം പ്രയോഗിച്ചതാണോ മോനെ പ്രശ്നം? നീ ഇംഗ്ലീഷിലാക്കിക്കോ, 3 ഡൈവോഴ്സ് ആക്കിക്കോ. എന്തിനാണ് നീ ഇസ്ലാമിന്റെ പേരിൽ കുതിര കയറാൻ വരുന്നത്? അപ്പൊ ഇവൻ പറയാണ് സഹിക്കാൻ പറ്റാത്ത പെണ്ണായതുകൊണ്ടാണ്. ഓളോട് ചോദിക്കുമ്പോൾ പറയുന്നത് സഹിക്കാൻ പറ്റാത്തോണ്ടാണോ എന്റെ കൂടെ ജീവിക്കാത്തത്. ഇവനെ പോലത്തോലെ എങ്ങനെയാ പൊറപ്പിക്കല് എന്ന് നമുക്കും തോന്നുന്നു. മുസ്ലിമേ, ഇസ്ലാമിന്റെ പേരിൽ അടിച്ചുവിടുന്ന ആക്ഷേപങ്ങൾ കേട്ടിട്ട് ഇസ്ലാം പൊള്ളയായ മതാണ് എന്ന് വിചാരിക്കരുത്. ഇത് അള്ളാന്റെ ദീന. ഇതേതെങ്കിലും AI വരുമ്പോഴേക്ക് അപ്ഡേറ്റ് ചെയ്ത് മാറ്റാൻ ഇതെന്താ മോനെ, നിന്റെ ഐഫോൺ ആണോ, നിന്റെ സാംസങ് ആണോ, നിന്റെ ശാസ്ത്രാണോ? ഇത് അല്ല, ഇത് അള്ളാന്റെ ദീന. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിന് AI തടസ്സാകൂല, അതിന് നിന്റെ മതി റോബോട്ടുകൾ തടസ്സാകൂല, അതിന് നിന്റെ ദുന്യാവിലുള്ള ഒരു കുന്ത്രാമണ്ടിയും തടസ്സാകൂല. ഇത് അള്ളാന്റെ ദീനാണ്. ഇതിങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കെന്നറിയാം? ഈ പറയുന്ന രൂപത്തിലുള്ള പുരോഗതികളൊന്നുണ്ടല്ലോ, ഇപ്പൊ പറയുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ. ആര്? ഇസ്ലാമിനെ കുറ്റം പറയുന്ന, ഇസ്ലാമിനെ ചെറുതാക്കി കാണിക്കുന്ന നിരീശ്വരവാദികളൊക്കെ പറയുന്ന ഒരു ലോകം ഉണ്ടല്ലോ. ഭാര്യ എന്ന് പറയാനുള്ള പ്രയോഗമില്ല, ഗേൾസ് ഫ്രണ്ട് ആണ്. അതെ, 3 മക്കളായാലും വിവാഹം നിശ്ചയിക്കാത്ത ഭാര്യയാണ്. അങ്ങനൊക്കെയുള്ള വിവാഹവും അങ്ങനൊക്കെയുള്ള ജീവിതമൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളില്ലേ? അങ്ങനെയുള്ള ജീവിതം പ്രതീക്ഷിച്ചിട്ട് അമേരിക്കക്കാരൻ ജീവിച്ചിരുന്നത് 5-10 കൊല്ലം മുമ്പ് അവർ തുടങ്ങിയതാ. അമേരിക്കക്കാരന്റെ മനസ്സെങ്ങനെയാണ് എന്നറിയോ? അമേരിക്കയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളോടും അനുഭവം കൊണ്ടാ ഞാൻ പറയുന്നത്, ചോദിച്ചോളൂ. പലർക്കും മനസ്സമാധാനമില്ല. ലണ്ടനിലുള്ളവർക്ക് പലർക്കും മനസ്സമാധാനമില്ല. ഈ പാവപ്പെട്ട മുത്തലിം അമേരിക്കയിൽ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ അവിടെയുള്ള മലയാളികളെന്ന് ഉപദേശം എന്താണ് എന്നറിയോ? മൊബൈൽ ഫോൺ ശ്രദ്ധിക്കണേ, പൈസ ശ്രദ്ധിക്കണേ, എല്ലാം ശ്രദ്ധിക്കണേ. ഇന്ന് വരെ കേരളത്തിൽ നിന്ന് ഒരാളും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ പോയിട്ടുണ്ട്, ബഹ്റൈനിൽ പോയിട്ടുണ്ട്, ഒമാനിൽ പോയിട്ടുണ്ട്, ഈജിപ്തിൽ പോയിട്ടുണ്ട്, പല മുസ്ലിം രാഷ്ട്രങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല മൊബൈൽ ശ്രദ്ധിക്കണേ, പൈസ ശ്രദ്ധിക്കണേ. ഞാൻ ചോദിച്ച ആ കൂട്ടുകാരോട്, എന്താ ഇവിടെ ഇത്രയും മോശമാണോ? അപ്പൊ ഇവര് പറയാണ്, ഇവർക്കാരും
തടസ്സമല്ലല്ലോ. ഇവിടെ നിയമങ്ങളെ കയ്യിലെടുക്കുന്നതിന് പ്രയാസമില്ലല്ലോ. മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തും. അവിടെ ശ്രദ്ധിച്ചിട്ടല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂല. സ്വതന്ത്രമായ ലോകം വേണമെന്ന് പറഞ്ഞ് ദീനിന്റെ നിയമം മാത്രമല്ല മനുഷ്യത്വത്തിന്റെ നിയമങ്ങൾ പോലും എല്ലാം എടുത്തു മാറ്റിയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ച അമേരിക്കക്കാരൻ സ്വതന്ത്രമായ ലോകം ഉണ്ടാക്കിയപ്പോഴാണ്. ആണാണോ പെണ്ണാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഗവൺമെന്റ് തീരുമാനിക്കണ്ട, നാട്ടുകാരെ തീരുമാനിക്കണ്ട, പ്രസവിച്ച ഉമ്മ തീരുമാനിക്കണ്ട, വാപ്പ തീരുമാനിക്കണ്ട, ആരെ കൂടെ ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ട. അത് മതം പറയണ്ട. അതിന് മതത്തിന്റെ ആവശ്യമില്ല, നിക്കാഹിന്റെ ആവശ്യമില്ല. ഇങ്ങനൊക്കെ പറഞ്ഞ് ജീവിച്ച അമേരിക്കയിലുള്ള അവസ്ഥയാ ഞാൻ പറയുന്നത്. വേദ കേൾക്കുന്ന മുസ്ലിമേ, ഉള്ള സമാധാനം നഷ്ടപ്പെടുമെന്നല്ലാതെ സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ ദിക്റിൽ നിന്ന് അകന്നു പോകുന്നവനാണോ അവനിക്കതാ മഈശതൻ ലങ്കാ, ടെൻഷൻ പിടിച്ച ജീവിതം മോശാരമായി ഉണ്ടെന്ന് ഖുർആൻ. ദഅവ കേൾക്കുന്ന മുഅ്മിനേ, പുരോഗതികളൊന്നും മതത്തിന്റെ നിയമങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാകരുത്. പുരോഗതികളൊന്നും അല്ലാഹനെ തള്ളി പറഞ്ഞിട്ടാകരുത്. നിങ്ങളെ സംവിധാനം ഉപയോഗിക്കേണ്ട എന്നാണോ ഞാൻ അത് പറയുന്നത്? അല്ല. എത്രത്തോളം സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയോ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നവനാണ് ഞാൻ. അതിനുവേണ്ടി സിറാജുൽദയിൽ പ്രവർത്തിക്കുന്ന സിറാജുൽദയുടെ മാനേജ്മെന്റിനോടൊപ്പം അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തകന്മാരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകനാണ് ഞാൻ. അതിൽ സംശയം ഇല്ല. പക്ഷേ ഒന്നും എന്തു എന്നാലും ബി ഐ വന്നാലും സിട്ടിച്ച സിട്ടാവായ റബ്ബിനെ മറക്കുന്നവനാകരുത്. യാഥാർത്ഥ്യത്തെ കുറിച്ച് മറക്കുന്നവനാകരുത്. താൽക്കാലികമായ സുഖം കിട്ടുമ്പോൾ എന്നും കിട്ടേണ്ട സുഖത്തെ മറന്നു പോകുന്നവനാകരുത്. ഇവിടെയുള്ള ഒരു സുഖവും നിലനിൽക്കുന്നതായി പറയാനില്ല.